എല്ലാവർക്കും മല്ലൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബസൂക്ക, ഗെറ്റ്സ് ബേബി, നടികർ തുടങ്ങി ഇന്ന് OTT റിലീസ് ചെയ്യുന്ന സിനിമകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലെ തോന്നിയിരിക്കേണ്ട ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് കുണ്ടന്നൂരിലെ കുൽസിത ലഹള എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയാണ്. ലുക്മാൻ അടക്കം ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ OTT സൈനാപ്ലൈ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇന്നാണ് കുണ്ടന്നൂരിലെ കുൽസിത ലഹളയുടെ OTT റിലീസ്. 5 മണിക്ക് ശേഷം സിനിമ എപ്പോൾ വേണമെങ്കിലും OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് കുബേര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തെലുങ്കു സിനിമയാണ്. ധനുഷ് മികച്ച അഭിനയമാണ് സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിരിക്കുന്നത്. ജൂലൈ മാസം 18-ന് ആമസോണിലാണ് കുബേര സിനിമയുടെ OTT റിലീസ്. മലയാളം വെർഷനും അന്ന് തന്നെ വരും. അടുത്തൊരു അപ്ഡേറ്റ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ കോമഡി മൂവിയാണ്. ധ്യാൻ ശ്രീനിവാസനാണ് സിനിമയിലെ നായകൻ. പക്ഷേ ഈ സിനിമയുടെ OTT വാങ്ങിച്ചത് നെറ്റ്ഫ്ലിക്സ് ആയിരുന്നു. കാരണം മിന്നൽ മുരളി സിനിമയുടെ കണക്ഷൻ ഈ സിനിമയ്ക്കുണ്ട്. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന സിനിമ ഇന്നലെ രാത്രി 12 മണിക്ക് OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി മൂവിയാണ്. അനശ്വര രാജനാണ് സിനിമയിലെ നായിക. അതുപോലെ ഇന്ദ്രജിത്തുമുണ്ട്. ഈ സിനിമയും ഇന്നലെ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. മനോരമ മാക്സിലാണ് സിനിമ ഇപ്പോൾ റിലീസായിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് നരിവേട്ട എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ടോനോ തോമസ് നായകനായ സിനിമയാണ് നരിവേട്ട. ഈ സിനിമയും ഇന്നലെ സോണി ലീബിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് കപ്പ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് കപ്പ്. മാത്യു തോമസ്, അനിക, നമിത പ്രമോദാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഒരു സ്പോർട്സ് റൊമാൻറ്റിക്കൽ മൂവിയാണ് കപ്പ്. ഈ സിനിമയുടെ OTT ഇപ്പോൾ സൈനാപ്ലൈ വാങ്ങിച്ചിരിക്കുകയാണ്. റിലീസ് തീയതി പുറത്തുവിട്ടിട്ടില്ല. ഈ മാസം ഒരുപാട് സിനിമകൾ ഇനി അവർക്ക് ഇറക്കാനുണ്ട്. അതുകൊണ്ട് ജൂലൈ മാസം 28-നായിരിക്കും കപ്പ് സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് സ്വന്തം പുണ്യാളൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു കോമഡി ത്രില്ലർ സിനിമയാണ്. അനശ്വര രാജൻ, ബാലു വർഗീസ്, അർജുൻ അശോകനാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് എന്ന് സ്വന്തം പുണ്യാളൻ. എവറേജ് അഭിപ്രായമാണ് സിനിമയ്ക്ക് ലഭിച്ചത്. ഇപ്പോഴിതാ ജിയോ ഹോട്ട്സ്റ്റാർ ആണ് എന്ന് സ്വന്തം പുണ്യാളന്റെ OTT അവകാശം വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ റിലീസായിട്ട് മാസങ്ങളായി. ഇതുവരെ OTTയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. ജൂലൈ മാസം 28-ന് ഹോട്ട്സ്റ്റാറിൽ ഈ സിനിമ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മമ്മൂട്ടി നായകനായ സിനിമയാണ് ഡൊമിനിക്. തിയേറ്ററുകളിൽ സിനിമ പരാജയപ്പെട്ടുവെങ്കിലും OTT കാണാൻ ആരാധകർ കാത്തിരിക്കുകയാണ്. ഡൊമിനിക് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ്. ഗോകുൽ സുരേഷ് സിനിമയിലുണ്ട്. ഗൗതം വാസുദേവാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഡൊമിനിക് റിലീസായിട്ട് മാസങ്ങളായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഇപ്പോഴാണ് ആമസോൺ പ്രൈം ഡൊമിനിക്കിന്റെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമ ഈ വീക്കിൽ തന്നെ OTT റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് ഹൈപ്പോട് കൂടിയാണ് ബാന്ദ്ര തിയേറ്ററിലെത്തിയത്. പക്ഷേ സിനിമ പരാജയപ്പെട്ടു. തമന്നയാണ് ബാന്ദ്ര സിനിമയിലെ നായിക. ദിലീപാണ് നായകൻ. ഒരു ഗാങ്സ്റ്റർ കഥയാണ് ബാന്ദ്ര പറഞ്ഞു പോകുന്നത്. ഈ സിനിമയുടെ OTT ആമസോൺ പ്രൈമാണ് നേരത്തെ വാങ്ങിച്ചിട്ടുള്ളത്. കമീസൂൺ എന്ന പോസ്റ്ററും വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് യാതൊരു അപ്ഡേറ്റും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴിതാ ബാന്ദ്ര സിനിമ വീണ്ടും OTT റിലീസിന് ഒരുങ്ങുകയാണ്. ജൂലൈ മാസം 28-ന് ബാന്ദ്ര സിനിമ OTT റിലീസ് ചെയ്തേക്കുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് നടികർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു പരാജയപ്പെട്ട സിനിമയാണ്. ടോനോ തോമസ് ആണ് നടികർ സിനിമയിലെ നായകൻ. കഴിഞ്ഞ വീക്കാണ് സൈനാപ്ലേ നടികർ സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. സിനിമ പാനദിനായിട്ട് OTT ഇറക്കാനാണ് അവരുടെ പദ്ധതി. ഒരു കോമഡി ആക്ഷൻ മൂവിയായിരുന്നു നടികർ. ഇറക്കിയ പൈസ പോലും തിരിച്ചു പിടിക്കാൻ സാധിച്ചിട്ടില്ല. അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു നടികർ. ഇപ്പോഴിതാ സൈനാപ്ലേയിൽ ഇന്ന് രാത്രി സിനിമ വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ജൂലൈ 11-നാണ് നടികർ സിനിമ ഇറക്കുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ്സ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഗെറ്റ്സ് ബേബിക്ക് വേണ്ടി ആരും തന്നെ വെയിറ്റ് ചെയ്യുന്നില്ല. അത്രയ്ക്കും ലാഗാക്കിയിരിക്കുകയാണ്. മനോരമ മാക്സ് 2 മാസം മുന്നേ തന്നെ ഗെറ്റ്സ് ബേബിയുടെ OTT അവകാശം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഫാമിലി മൂവിയായിരുന്നു ഗെറ്റ്സ് ബേബി. പക്ഷേ സിനിമ OTTയിൽ വരുന്നില്ല. ഉണ്ണിമുകുന്ദനും നിഖിലമലും കൂടിയാണ് ഗെറ്റ്സ് ബേബിയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT ഇപ്പോൾ മനോരമ മാക്സിൽ വരാൻ പോവുകയാണ്. ഈ വീക്ക് തന്നെ ഗെറ്റ്സ് ബേബി റിലീസാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അവസാനത്തെ അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മമ്മൂട്ടി നായകനായ ഏറ്റവും പുതിയ സിനിമയായിരുന്നു ബസൂക്ക. ബസൂക്ക സിനിമയ്ക്ക് ശേഷം മമ്മൂട്ടിയുടെ ഒരു ചിത്രം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ബസൂക്ക കാണാൻ ആരാധകർ OTTയിൽ കാത്തിരിക്കുകയാണ്. നല്ലൊരു ആക്ഷൻ മൂവിയായിരുന്നു ബസൂക്ക. ഇപ്പോഴിതാ C5 ആണ് ബസൂക്കയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. സിനിമയുടെ റിലീസ് തീയതി പുറത്തുവിട്ടിട്ടില്ല. പക്ഷേ ബസൂക്ക സിനിമ ഈ ആഴ്ച തന്നെ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. സർപ്രൈസ് ആയിട്ടായിരിക്കും ബസൂക്ക സിനിമ C5-ൽ റിലീസാവുന്നത്. ഇനിയും ഒരുപാട് സിനിമകൾ ഈ മാസം വരാനുണ്ട്.
അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.